എല്ലാ പ്രാവശ്യത്തെയും പോലെ ബൈക്ക് ട്രിപ്പിന് പകരം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇപ്രാവശ്യം നമ്മളൊരു ട്രെയിൻ ട്രിപ്പാട്ടോ പിടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൽപ്പയാണ്, ഉടുപ്പിയിലെ മാൽപ്പ. അപ്പോൾ നമുക്ക് നേരിട്ട് ഡയറക്റ്റ് ഉടുപ്പിയിലേക്ക് ട്രെയിൻ കിട്ടാത്ത കാരണങ്ങൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബാംഗ്ലൂർക്ക് ട്രെയിൻ ബുക്ക് ചെയ്ത് അവിടെ വന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഉടുപ്പിയിലേക്ക് ട്രെയിൻ കയറുക ചെയ്ത്. നമുക്ക് ഡയറക്റ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ നോക്കിയിരുന്നു. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡ്സും പിന്നെ വെക്കേഷൻ മൂഡും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് നമുക്ക് ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു റൂട്ടാണ് പിടിച്ചത്. ഇപ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ നമ്മുടെ മാൽപ്പേ ബീച്ചിലെ കാഴ്ചകളാട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പാരാസൈലിംഗ് പരിപാടിയും കൂടി ഉണ്ട്. ഒരു പാരാസൈലിംഗ് അപാരത ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുന്നേ നമ്മൾ പാരാസൈലിംഗ് പോകാൻ പാരാസൈലിംഗ് മക്കളെ. The next day നമ്മുടെ പാരാസൈലിങ്ങും അതുപോലെ തന്നെ കുറച്ച് ബീച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ സ്കൂട്ടറുമായിട്ട് ഒരു എക്സ്പ്ലോറേഷന് പോകാട്ടോ. അപ്പോൾ നമ്മൾ പോകാൻ പ്ലാൻ ഇട്ട സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൗപ്പ് ബീച്ച് ലൈറ്റ് ഹൗസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ആ വഴിക്ക് പോകുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഞങ്ങൾ നമ്മൾ ഉടുപ്പിയിൽ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം നേരെ പോയത് സ്കൂട്ടർ റെന്റ് എടുക്കാൻ കേട്ടോ. കാരണം ഇവിടെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇപ്പോൾ നമ്മൾ ടാക്സി അങ്ങനെ എന്തെങ്കിലും എടുത്ത് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം എത്തിപ്പെടാൻ പറ്റില്ല, പിന്നെയും നല്ല കോസ്റ്റ് പോകും. അപ്പോൾ അത് കാരണം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നേരെ പോയി കുറച്ച് സ്കൂട്ടേഴ്സ് റെന്റ് എടുത്തു. നമ്മളൊരു 10 പേരാണ് പോയിരുന്നത്. അപ്പോൾ ഒരു 5 സ്കൂട്ടർ റെന്റ് എടുത്ത് നമ്മളങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഇതൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൗപ്പ് ബീച്ച് ലൈറ്റ് ഹൗസിൻ്റെ ഏരിയാസൊക്കെയാണ്. അതുപോലെ തന്നെ മാൽപ്പയിൽ ഒട്ടും മിസ്സാക്കാൻ പാടില്ലാത്തൊരു സ്പോട്ട് കൂടെയാണ് സെൻറ്റ് മേരീസ് ഐലൻഡ്. നമ്മുടെ മാൽപ്പേ ബീച്ചിൽ നിന്ന് കുറച്ച് നേരം ബോട്ടിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റ് മേരീസ് ഐലൻഡിൽ എത്താം. അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ യൂണിക് റോക്ക് ഫോർമേഷൻസും കുറേ നല്ല കോറൽസൊക്കെ പോലെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കുറേ നല്ല ഫോട്ടോ സ്പോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ സെൻറ്റ് മേരീസ് ഐലൻഡിൽ. പിന്നെ ഇവിടുത്തെ സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്ലൂയിഷ് കളറാട്ടോ. നമ്മുടെ കേരളത്തിൽ കാണാറുള്ള പോലെയുള്ള നോർമൽ കളറല്ല, ഇവിടെ ഭയങ്കര ബ്ലൂയിഷ് കളറാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ മണൽത്തരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണലല്ല, കുറേ ഷെൽസാണ് ഏറ്റവും കൂടുതൽ ഇവിടെ. മണൽത്തരികളെക്കാളും കൂടുതൽ ഇവിടെ ഷെൽസ് ആട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഒരിക്കലെങ്കിലും സെൻറ്റ് മേരീസ് ഐലൻഡ്. ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ മാൽപ്പയിലെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇനി പുതിയൊരു റൈഡുമായി അടുത്ത വീഡിയോയിൽ കാണാം. സോ അതുവരേക്കും ബൈ ബൈ.